കുറെ ട്രൈ ചെയ്തും യൂട്യൂബിൽ സെർച്ച് ചെയ്തും ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു മന്തിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. പട്ട, ഗ്രാമ്പൂ 4-5 ഏലക്ക 4, ബേ ലീവ്സ്. ഞാനിവിടെ 3 സ്പൂണ് ജീരകത്തിന് 6 സ്പൂണ് പച്ചമല്ലി എടുത്തിട്ടുണ്ട്. കുരുമുളക് ആവശ്യത്തിന് എരിക്കനുസരിച്ചിടാം. ഇവയെല്ലാം നന്നായി വറുത്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അവസാനം വറുത്തെടുക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഇത് ചിക്കനിലോട്ട് ചേർക്കാം. മാഗി ക്യൂബും ആവശ്യത്തിന് ഉപ്പും 1 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ഞാനിവിടെ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞാനിവിടെ പറയുന്ന അതേ മെഷർമെന്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് വേവിച്ചെടുത്ത വെള്ളം ഇനി ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇനി റൈസ് റെഡിയാക്കാം. അടുപ്പത്ത് പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. മന്തിയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ഇടുക. 1 പിടി കുരുമുളകും കൂടെ ഇട്ടുകൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഞാനിവിടെ 1 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ചെറിയ വലുപ്പത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലയിൽ ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ വേവാൻ വെച്ചിട്ടുള്ളത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിൽ നിന്നും വെള്ളം മാറ്റി വെക്കാം. ഞാനിവിടെ മന്തി റൈസ് 1 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ എടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് തിളയ്ക്കാൻ വേണ്ടി മൂടി വെക്കാം. ഇനി ചിക്കൻ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയം ചിക്കനും റെഡിയായിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പൊടിയാതെ ശ്രദ്ധിക്കണം. ചോറ് ഏകദേശം ആവുമ്പോഴേക്കും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിന്റെ മീതേക്ക് വെച്ചു കൊടുക്കാം. ശേഷം മൂടി വെച്ച് 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ടേസ്റ്റിയും പെർഫെക്റ്റുമായിട്ടുള്ള മന്തിയാണ്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.